നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് ആ പ്രകൃതി ശക്തിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 15. അതിൽ ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള ജയവിജയന്മാർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ട് ജനിക്കാനുള്ള കാരണം, ആ കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഭഗവാന്റെ വരാഹാവതാരം പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം ഇനി അതിന് കാരണമായത് എന്താണ്, അങ്ങനെ രണ്ട് അസുര ജന്മങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 15-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ദിതി തൻ്റെ ഗർഭത്തിൽ വളരുന്ന പുത്രന്മാർ ഭർത്താവിൽ നിന്നും കശ്യപ മഹർഷി പറഞ്ഞു, അസുരന്മാരായിട്ടുള്ള ആസുരികമായ ചിന്തയുള്ള 2 മക്കളാണ്, അവരാൽ ഈ ലോകത്തിനും ദേവന്മാർക്കും ഒക്കെ നാശം വിതയ്ക്കുന്നവരായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഓർത്തിട്ടുള്ള ദുഃഖത്തിൽ തൻ്റെ പുത്രന്മാരാൽ ഈ ലോകത്തിന് ദുഃഖമുണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് 100 വർഷം ഈ 2 മക്കളെയും ഗർഭത്തിൽ തന്നെ ചുമന്ന് വഹിച്ചുകൊണ്ട് നടന്നു. പക്ഷേ പ്രകൃതിയുടെ നിശ്ചയം ഉണ്ടല്ലോ, അതിനെ എതിർക്കാൻ, അതിന് തരണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നത് ഒരു വലിയ വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ദിതിയുടെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് ഈ 2 മക്കളും വളർന്നു വലുതായപ്പോൾ അവരിൽ നിന്ന് വരുന്ന ആ അസുരിക പ്രഭാവത്താൽ ലോകം മുഴുവനും ഒരു അന്ധകാരം വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ സംഭവിച്ചപ്പോൾ ദേവന്മാർക്ക് കർമ്മം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ദേവന്മാർ ബ്രഹ്മദേവനെ കണ്ട് സഹായം ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ദേവന്മാർക്ക്. എൻ്റെ പുത്രന്മാരായിട്ടുള്ള മാനസപുത്രന്മാരായ സനകാദി മഹർഷിമാരെ സ്വന്തം ഇഷ്ടത്താൽ ഈ ലോകം മുഴുവനും അന്തരീക്ഷത്തിലൂടെ, ആ ശൂന്യതയിലൂടെ ചുറ്റി സഞ്ചരിക്കാനും എവിടെ വേണമെങ്കിലും ഒരു തടസ്സവും കൂടാതെ കയറി ചെല്ലാനും കഴിവുള്ള, ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട ജന്മനാ ജീവൻ മുക്തന്മാരായിട്ടുള്ള മഹർഷിമാർ ഏറ്റവും ആദ്യം ഒരു പക്ഷിമൃഗാദികളെയും ജലജീവികളെയും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും ആദ്യത്തെ മഹർഷിമാരാണ് സനകാദി മഹർഷിമാർ. അവർക്ക് ശേഷമാണ് പിന്നീടുള്ള ദേവന്മാർ പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പം അത്രയും പ്രായമുണ്ടെങ്കിൽ പോലും ശരീരബോധത്തിൽ നിന്നും പൂർണ്ണമായും വിമുക്തരായതുകൊണ്ട് അവരെ കണ്ടാൽ എപ്പോഴും 5 വയസ്സ് മാത്രം പ്രായമുള്ള കുമാരന്മാരായിട്ടേ തോന്നുള്ളൂ എന്നെന്ന്. അത്രയും ശരീരത്തിന് വ്യക്തിബോധം ഇല്ല, ശരീരബോധം പൂർണ്ണമായും ഇല്ല. അദ്വൈതത്തിൽ ഉറച്ചവരായിരുന്നു സനകാദി മഹർഷിമാർ. അതാണ് അവരുടെ പ്രാധാന്യം. അങ്ങനെ അവർ ലോകം മുഴുവനും ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കണം ആകാശത്തിലൂടെ. അപ്പോൾ വൈകുണ്ഠം സന്ദർശിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. വൈകുണ്ഠത്തിലേക്ക് എത്തി. ആദ്യത്തെ 6 കവാടങ്ങളും നിഷ്പ്രയാസം, ആരും തടയാനില്ലാതെ അവർ കടന്നുപോയി. അവർക്ക് അങ്ങനെ തടയുന്നൊരു കാര്യമേ ചിന്തയിൽ വരുന്നില്ല. കാരണം എന്തിനു തടയണം, ഇന്നവർ ഈ ഭാഗത്തേക്ക് കടക്കാൻ പാടില്ല, ഇന്നവർ ഈ ഭാഗത്തേക്കൊക്കെ കടക്കണം, ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല, ഇന്നതൊക്കെ ചെയ്യാൻ പാടും എന്നുള്ള ഭേദചിന്ത. ഈ ഭേദചിന്ത എവിടെയാണ് വരുന്നത്? ഭൂമിയിൽ അല്ലേ? ഈ വ്യക്തിബോധം, ഈഗോ, ഈ അഹങ്കാരമൊക്കെ ഉള്ള ആളുകൾക്ക്, മനുഷ്യർക്കിടയിലാണ് ഈ ഭേദചിന്തയുള്ളൂ. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠമില്ലാത്ത ഇടാണ്. അവിടെ ഭേദചിന്തയില്ല, അവിടെ സകലതും ഭഗവാന്റെ പ്രഭാവം മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈകുണ്ഠത്തിൻ്റെ 7-ാമത്തെ കവാടം വരെ എത്തണമെങ്കിൽ ഭഗവാൻ ഇച്ഛിക്കാതെ ഒരിക്കലും അത് സാധ്യമല്ലല്ലോ. അപ്പോൾ അവർക്ക് അറിയാം ഭഗവാന്റെ അനുഗ്രഹമുള്ളത്, ഭഗവാന്റെ ആഗ്രഹമുള്ളതെന്നാണ്, ഭഗവാന്റെ ഇച്ഛയാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത് എന്ന്. അപ്പം
തടയാൻ ഒരാളുണ്ടാവും എന്ന് പോലും അവർ വിചാരിച്ചിരുന്നില്ല. അത്ര പോലും ചിന്തയില്ലാതെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ ചെല്ലിയായിരുന്നു. 7ാമത്തെ വാതിലിന്റെ മുന്നിലെത്തിയപ്പോൾ ഭഗവാന്റെ അതേ രൂപത്തിൽ, അതേ ശരീര രൂപത്തിൽ 2 പാർഷദന്മാർ, കാവൽക്കാർ ഗദയും ഏന്തി ആ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ സനകാദി മഹർഷിമാർ അവരെ നോക്കുക പോലും ചെയ്യാതെ 7ാമത്തെ വാതിലും കടക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് അവർ കയ്യിലുള്ള വടി കൊണ്ട് തടഞ്ഞിട്ട് കടക്കരുത് എന്ന് മഹർഷിമാരോട് പറയുന്നത്. അത് കേട്ടപ്പോഴാണ് സനകാദി മഹർഷിമാർ അവരോട് ചോദിക്കുന്നത്, ഈ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ പാർഷദന്മാരായി നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഈ ഇന്നവരൊന്നും ഭഗവാനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് തടയാൻ നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വേറെ, നിങ്ങൾ വേറെ, നിങ്ങളൊക്കെ വേറെ, ഞങ്ങൾ വേറെ എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്നത്. ഉള്ളിലിരിക്കണ ഭഗവാൻ ആ വാതിലും കടന്ന് ആ കവാടവും കടന്ന് അകത്തേക്ക് ചെന്നാൽ കാണുന്ന ആ മൂർത്തിയുടെ ഇച്ഛയില്ലാതെ, ആ ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഈ പടിവാതിൽ വരെ എത്താൻ ആർക്ക് സാധിക്കും? അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഞങ്ങളെ തടയേണ്ട ആവശ്യം എന്താണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് സനകാദി മഹർഷിമാര് ഈ 2 പാർഷദന്മാരെ, ഈ 2 ഭക്തന്മാരെ ശപിക്കുകയാണ്. ഈ ഒരു ഭേദചിന്തയുള്ള നിങ്ങൾ എങ്ങനെ ഈ വൈകുണ്ഠത്തിലെത്തി? അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അതായത് നിങ്ങൾ കടക്കരുത്, ഈ സമയത്ത് പ്രവേശനം പാടില്ല, ഇങ്ങനെയുള്ള ആളുകളൊന്നും കടക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള ഭേദചിന്ത ഉള്ള നിങ്ങൾ ഇനി ഈ വൈകുണ്ഠത്തിൽ യോഗ്യരല്ല താമസിക്കാൻ. അപ്പം നിങ്ങളുടെ ഉള്ളിലെ ഭേദചിന്ത പോകുന്ന രീതിയിലുള്ള കർമ്മവാസനകളൊക്കെ തീർക്കാൻ നിങ്ങൾ ഭൂമിയിൽ പോവുക. ഇതിൻ്റെ താഴെ, വൈകുണ്ഠത്തിനൊക്കെ ഒരുപാട് താഴെയായിട്ടുള്ള അതോ ലോകങ്ങളിൽ പോയിട്ട് ജീവിച്ച് ഈ കർമ്മവാസനകളൊക്കെ തീർത്ത് ഭേദചിന്തയൊക്കെ മാറാനായിട്ട് നിങ്ങൾ ഇവിടെ നിന്നും പോവുക, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും അതോ ലോകങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. ശാപം കിട്ടിയപ്പോഴാണ് ഈ 2 പാർഷദന്മാർക്കും ഈ 2 ഭക്തന്മാർക്കും മനസ്സിലായത്, ബ്രാഹ്മണ ശാപം ഒരു ആയുധങ്ങൾ കൊണ്ടും തടുക്കാൻ കഴിയില്ല, ഒരു തരത്തിലും അതിനെ ഇല്ലാതാക്കാനോ എന്താ പറയുക, അതിനെ തടയിടാനോ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആ 2 പാർഷദന്മാരും സനകാദി മഹർഷിമാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് അവരെന്താണ് പറഞ്ഞത്? അതാണ് ശ്ലോകം 36 നമ്മൾ കാണുന്നത്. ശ്ലോകം 36: ഭൂയാത് അഘോനി ഭവദ്ഭി അകാരിദണ്ഡഃ യഹ നൗ ഹരേദ സുരഹേളനം അഭി അശേഷം മാ വഹ അനുതാപകലയാ ഭഗവത് സ്മൃതിഘ്നഃ മോഹഃ ഭവേദ് ഇഹ തു നൗ വ്രജത അധോ അധഃ. അവസാനം വ്രജതോ എന്നുള്ളത് വ്രജതഃ, അധോദ എന്ന് പറയുന്നത് അധഃ അധഃ എന്നാണ് കേട്ടോ. അധോ അധഃ എന്ന് വെച്ചാൽ താഴെ അധോ ലോകങ്ങളിലേക്ക്, താഴേക്കായിട്ടുള്ള അധോ ലോകങ്ങളിലേക്ക് എന്നാണ് അർത്ഥം. അപ്പം അത് അധോദ എന്ന് വായിക്കരുത്, അധഃ അധഃ. ഭൂയാത് അഘോനി ഭവദ്ഭി അകാരിദണ്ഡഃ യഹ നൗ ഹരേദ സുരഹേളനം അഭ്യശേഷമാ വ അനുതാപകലയാ ഭഗവത് സ്മൃതിഘ്നോ മോഹഃ മോഹോ ഭവേദ് ഇഹ തു നൗ വ്രജതോ അധോദഃ. ഭൂയാത് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന്. അതായത് ഈ പാർഷദന്മാർ ഇവർ പറയാണ് സനകാദിമാരോട്, ശാപം കിട്ടിയപ്പോൾ ഇവർ പറയാണ്, ഭവദ്ഭി എന്ന് വെച്ചാൽ ഭഗവാന്മാരായ നിങ്ങളാൽ അഗോനി എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത പാപത്തിന് അകാരിദണ്ഡഃ, അകാരിദണ്ഡഃ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെ വലിയൊരു ശിക്ഷ തന്നത് ഭൂയാത്, അതങ്ങനെ തന്നെ സംഭവിക്കണം. കാരണം ഞങ്ങൾ ചെയ്തത് തെറ്റാ, ഈ തെറ്റിനുള്ള ശിക്ഷ ഞങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്, ഇത് ഉചിതമായി എന്നാണ് അർത്ഥം ഭൂയാത് എന്ന് വെച്ചാൽ. എന്നിട്ട് പറയാണ് യഹ, ഈ ശിക്ഷ മൂലം നൗ ഞങ്ങൾക്ക് സുരഹേളനം, ദേവന്മാർക്ക് തുല്യ, അതാണ് സുര എന്ന് വിളിക്കുന്നത്, സുരന്മാർ, ദേവന്മാർക്ക് തുല്യരായ ഈ മഹർഷിമാരെ അവഹേളിച്ചതു മൂലം വന്ന അശേഷം പൂർണ്ണമായ എല്ലാ പാപങ്ങളും ഈ ഒരു ശിക്ഷ മൂലം ഞങ്ങളിൽ നിന്നും ഹരേത, അനുഭവിച്ചു തീർക്കുന്നതിലൂടെ ഇല്ലാതാവട്ടെ എന്ന്. ദേവതുല്യമായ സനകാദി മഹർഷിമാരെ അവഹേളിച്ചാൽ, അവരെ തടയുന്നതിലൂടെ, അവരെ അപമാനിക്കുന്നതിലൂടെ ഞങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളും ഈ ഒരു ശിക്ഷ അനുഭവിച്ചു തീരുന്നതിലൂടെ ഹരേത, ഇല്ലാതാവട്ടെ. എന്നിട്ട് പറയാണ്, ഇനി ഈ മഹർഷിമാരുടെ ഉള്ളിൽ അയ്യോ വേണ്ടേരുന്നില്ല എന്നൊരു ഒരു പശ്ചാത്താപം തോന്നുകയാണെങ്കിൽ അങ്ങനെ വേണ്ടാന്ന്, അത് തോന്നണ്ടെന്നാണ് പറയുന്നത്. മാ എന്ന് വെച്ചാൽ അരുത്,
വഹ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുതാപ കലയാ, നിങ്ങൾക്ക് ഞങ്ങളോട് ഇനി ഒരു അയ്യോ ശപിക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ, അങ്ങനെ ഒരു പശ്ചാത്താപം, അങ്ങനെ ഒരു അനുതാപം, ഒരു കാരുണ്യം അരുത്. മാ എന്ന് വെച്ചാൽ അരുത്, അത് തോന്നണ്ട, അത് ഞങ്ങൾക്ക് ഉചിതമായേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഭേദചിന്ത പോയിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വരണം, അത് ഉചിതമായേ ഉള്ളൂ. അപ്പം ഞങ്ങളോട് ഒരു അനുതാപം തോന്നേണ്ട കാര്യമില്ല. എന്നിട്ട് പറയാണ് ഒരേ ഒരു ആഗ്രഹമുള്ളൂ ജയവിജയന്മാർക്ക്, ആ പാർഷദന്മാർക്ക് ഈ മഹർഷിമാരോട് പറയാൻ ഒരേ ഒരു ആഗ്രഹമുള്ളൂ കേട്ടോ. അത് ഇതാണ്, ഭഗവത് സ്മൃതിജ്ഞഃ, ഭഗവാനെ കുറിച്ചുള്ള സ്മരണ ഇല്ലാതാകുന്ന മോഹം എന്ന് വെച്ചാൽ വ്യാമോഹങ്ങളുള്ള ഭവേത്, അങ്ങനെ ഒരു ജന്മം ഞങ്ങൾക്ക് സംഭവിക്കരുതെന്ന്. അപ്പൊ ആ ഭവേത് എന്ന് വെച്ചാൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ തൊട്ടു മുകളിലുള്ള മാ എന്നുള്ള വാക്ക് ഇവിടെ ചേർക്കണം. മാ ഭവേത്, ഉണ്ടാവരുത്. അതായത് ഇനി ഞങ്ങളെ വേറെ ഏത് അതോ ലോകത്ത് പോയി ജനിച്ചാലും എത്ര ജന്മങ്ങൾ എടുത്താലും ഭഗവാന്റെ സ്മരണയില്ലാത്ത ഒരു ജന്മം ഞങ്ങൾക്ക് ഉണ്ടാവരുത്. ഈ മായയിലും മോഹത്തിലും പെട്ട് ഭഗവത് സ്മരണ ഇല്ലാത്തുള്ള ഒരു ജന്മം ഞങ്ങൾക്ക് ഉണ്ടാവരുത്. എന്നിട്ട് പറയാണ് ഇഹ, ഈ വൈകുണ്ഠത്തിൽ നിന്നും തൂ, ഞങ്ങൾ ഈ വൈകുണ്ഠത്തിൽ നിന്നും നൗ എന്ന് വെച്ചാൽ ഞങ്ങൾ വ്രജത പോവുകയാണ്, അതോ അധഹ താഴേക്കുള്ള അതോ ലോകങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളോട് ഒരു വിഷമോ ഒരു കാരുണ്യമോ തോന്നേണ്ട, അനുതാപമോ നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്ന ശിക്ഷ ഉചിതമാണ്. ഈ ശിക്ഷ അനുഭവിച്ചു തീരുന്നതിലൂടെ ഞങ്ങൾ ചെയ്ത ഈ മഹാപാപത്തിന്റെ കർമ്മഫലം മുഴുവനും ഇല്ലാതാവട്ടെ. പക്ഷെ ഒരു കാരുണ്യം മാത്രം ഞങ്ങളോട് കാണിച്ചാൽ മതി. ഏത് അതോ ലോകത്തിൽ പോയാലും എത്ര ജന്മങ്ങൾ എടുത്താലും ഭഗവത് സ്മരണ ഇല്ലാത്ത ഒരു വ്യാമോഹത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു ജന്മം ഞങ്ങൾക്ക് ഉണ്ടാവരുതേ. ഇത് മാത്രമേ അവർ ആവശ്യപ്പെട്ടുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 2 അസുരന്മാരും ജനിച്ചപ്പോഴും ചെറുപ്പം തൊട്ടേ വെറുപ്പോടെയാണെങ്കിലും അവർ സ്മരിച്ചിരുന്നത് ഭഗവാനെ ആയിരുന്നു അല്ലേ. അവർക്ക് നമ്മളെപ്പോഴും പറയില്ലേ, ശത്രുവിനെയും ഏറ്റവും ഇഷ്ടമുള്ളവരെയും ഏറ്റവും വെറുക്കുന്നവരെയാണ് നമ്മളെപ്പോഴും മനസ്സിലാലോചിക്കുക, അവരെ കുറിച്ചായിരിക്കും എപ്പോഴും ചിന്തിക്കുക. അപ്പോൾ വെറുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടിയാണെങ്കിലും ശത്രുതയോടു കൂടിയാണെങ്കിലും ഈ 2 അസുരന്മാരും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ചെറുപ്പം മുതലേ മനസ്സിൽ സ്മരിച്ചിരുന്നത്, വെറുപ്പോടെയാണെങ്കിലും ചിന്തിച്ചിരുന്നത്, സ്മരിച്ചിരുന്നത് ഭഗവാനെ ആയിരുന്നു. അപ്പോൾ അവർക്ക് സനകാദി മഹർഷിമാരിൽ നിന്ന് ആ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അതാണ് ഞങ്ങൾക്ക് ഭഗവാന്റെ സ്മരണ ഇല്ലാത്തൊരു ജന്മം ഉണ്ടാവരുതേ എന്നാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്ക് സാധിച്ചു കൊടുത്തു. ഈ 2 അസുരന്മാരും ആസുരിക ചിന്തയിലും അഹങ്കാരത്തിലും വെറുപ്പോടെയാണെങ്കിൽ പോലും ചെറുപ്പം മുതലേ ഭഗവാനെ തന്നെയാണ് അവർ സ്മരിച്ചിരുന്നത്. അപ്പോൾ അതാണ് അവർക്ക് ലഭിച്ച അനുഗ്രഹം. ആ ഒരു അനുഗ്രഹം മാത്രമേ അവർ ആവശ്യപ്പെട്ടുള്ളൂ. തന്ന ശിക്ഷ വളരെ ഉചിതമായിരിക്കുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. ശ്ലോകം 37. ഏവം തഥാ ഏവ ഭഗവൻ അരവിന്ദനാഭ സ്വാനാം വിഭൂത്യ സദതിക്രമം ആര്യഹൃത്യ തസ്മിൻ യയൗ പരമഹംസ മഹാമുനീനാം അന്വേഷണീയ ചരണൗ ചലയൻ സഹ ശ്രീ. അതായത് ഇതൊക്കെ കണ്ടുകൊണ്ട് അകത്തൊരാളിരിക്കണ്ടായിരുന്നു, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു. അദ്ദേഹം അപ്പം തന്നെ അവിടെ എത്തിച്ചേർന്നു. ആ 7ാമത്തെ വാതിൽ, ആ കവാടത്തിൻ്റെ അവിടെ സനകാദി മഹർഷിമാരും തൻ്റെ പാർഷദന്മാരും മറ്റ് ദേവന്മാരും എല്ലാവരും നോക്കി നിൽക്കുന്ന ആ സംഭവം നടക്കുന്നിടത്തേക്ക് ഭഗവാൻ അപ്പം തന്നെ അവിടെ എത്തിച്ചേർന്നു. ഏവം എന്ന് വെച്ചാൽ ഇപ്രകാരം, തഥാ ഏവ എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഭഗവാൻ അരവിന്ദനാഭ, ഭഗവാൻ നാഭിയിൽ നിന്നും താമരപ്പൂ ഉണ്ടായ, അതാണ് നാഭിയിൽ നിന്നും താമരപ്പൂ വളർന്നു വന്നവൻ, അങ്ങനെയുള്ള ആര്യഹൃദ്യ, ഹൃദയത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ, ഭക്തന്മാരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞ ആനന്ദമായിരിക്കുന്ന, അതാണ് ആര്യഹൃദ്യ എന്ന് പറയുന്നത്. എല്ലാ ഭക്തരുടെയും ഹൃദയത്തിലും നിറഞ്ഞ ആനന്ദമായിരിക്കുന്ന, നാഭിയിൽ നിന്നും ഒരു താമര വളരുന്നവനായിട്ടുള്ള, അതാണ് പത്മനാഭൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ അപ്പോൾ തന്നെ സ്വനാം വിഭുദ്യ, സ്വാനാം എന്ന് വെച്ചാൽ സ്വന്തം ബന്ധുക്കൾ, എൻ്റെ പാർഷദന്മാരായിട്ടുള്ള ഭക്തന്മാരാൽ സദതിക്രമം, ആ മഹർഷിമാർക്കൊരു അതിക്രമം അല്ലെങ്കിൽ ഒരു അപമാനം നേരിട്ടു എന്ന് വിബുദ്ധ്യ മനസ്സിലാക്കിയിട്ട് തസ്മിൻ അവിടേക്ക്, ആ സ്ഥലത്തേക്ക് യയൗ എത്തിച്ചേർന്നു എന്നാണ്. പരമഹംസ മഹാമുനീന, പരമഹംസന്മാരായ മഹായോഗികൾ പോലും അന്വേഷണീയ, സദാ അന്വേഷിച്ചിരിക്കുന്ന ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങൾ ഉണ്ടല്ലോ, അതാണ് ചരണവും. ആ പാതാരവിന്ദങ്ങൾ ചലയൻ, ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് ചലിപ്പിച്ചിട്ട് സഹ കൂടെ ശ്രീ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ പുറത്തേക്ക് വന്നു എന്ന്. അപ്പോൾ സനകാദി മഹർഷിമാർക്ക് അകത്തേക്ക് കയറേണ്ടി വന്നില്ല.
ഭഗവാൻ അവരെ കാണാൻ പുറത്തേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മഹാത്മ്യം ഒന്ന് ആലോചിക്കൂ. അതാണ് ഈ രണ്ട് പാർഷദന്മാരും തിരിച്ചറിയാതെ പോയത്. അപ്പം ഇപ്രകാരം പുറത്തൊക്കെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തന്മാരാൽ ആ മഹർഷിമാർക്ക് ഒരു വലിയ അപമാനം, അവഹേളനം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ എല്ലാ പരമഹംസ യോഗികളും എപ്പോഴും അന്വേഷിക്കുന്നത് അവർക്ക് ശരണാഗതി അടയാനുള്ള ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണ്. ആ പാതാരവിന്ദങ്ങൾ ഇരിക്കുന്നിടത്തൊന്ന് ചലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങ് എഴുന്നേറ്റിട്ട് ലക്ഷ്മി ദേവിയോടൊപ്പം ആ 7ാമത്തെ കവാടത്തിലേക്ക് അവരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഇനി 38ാമത്തെ ശ്ലോകം തൊട്ട് ആ കാഴ്ച കണ്ട സനകാദി മഹർഷിമാരുടെ വിവരണമാണ് കേട്ടോ. അവർ കാണുന്ന ഭഗവാൻ, അവർ ഇത്ര നാളും ആ ധ്യാനാവസ്ഥയിൽ ഇരുന്ന് സമാധിയിൽ ലയിക്കുമ്പോൾ മനസ്സിൽ കാണുന്ന ഭഗവാന്റെ ഒരു രൂപം അങ്ങനെ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ആ രൂപമാണ് ഇപ്പോൾ അവർ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ അതും വൈകുണ്ഠത്തിലേക്ക് പോണ്ടി വന്നില്ല. വൈകുണ്ഠത്തിലേക്ക് കയറുന്നതിന് മുൻപായിട്ടുള്ള 7ാമത്തെ കവാടത്തിലെത്തിയ അവരെ കാണാൻ ഭഗവാൻ പുറത്തോട്ട് വന്നപ്പോൾ ആ ഭഗവാനെ സനകാദി മഹർഷിമാർ കാണുന്ന ഭഗവാനെയാണ് ഇവിടെ ബ്രഹ്മദേവൻ വർണ്ണിച്ചു കൊടുക്കുന്നത് കേട്ടോ മറ്റു ദേവന്മാർക്ക്. സ്വപുത്രന്മാരായ സനകാദികൾ കാണുന്ന ഭഗവാൻ. അപ്പോൾ അവർ ഇത്രയും കാലം ധ്യാനത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഹൃദയത്തിൽ. അത് നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ആ ഭഗവാന്റെ രൂപമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ശ്ലോകം 38. തം തു ആഗതം പ്രതിഹൃത ഔപയികം സ്വഭുംബി തേ അജക്ഷത അക്ഷവിഷയം സ്വസമാധിഭാഗ്യം ഹംസശ്രീയോ വ്യജനയോ ശിവവായുലോല ശുഭ്ര ആദപത്രം ശശികേസര ശിഖര അംബു തം തു ആഗതം പ്രതിഹൃത ഔപയികം സ്വപുംഭിഃ തേ അജക്ഷത അക്ഷവിഷയം സ്വസമാധിഭാഗ്യം ഹംസശ്രീയോः വ്യജനയോः ശിവവായുലോല ശുഭ്ര ആദപത്രം ശശി കേസര ശിഖര അംബു. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ വരികയാണ്. ആ വരുന്ന കാഴ്ചയാണ് കേട്ടോ സനകാദികൾ ആദ്യം വിവരിക്കുന്നത്. ഹംസശ്രീയ എന്ന് വെച്ചാൽ വെളുത്ത അരയന്നത്തിനെ പോലെ ശോഭിക്കുന്ന, വ്യജനയോഹോ എന്ന് വെച്ചാൽ വെൺചാമരങ്ങൾ. അപ്പോൾ ഭഗവാന്റെ വരവില് ഭഗവാന്റെ ഒറ്റയ്ക്കല്ല വരുന്നത്. നമ്മളോട് നേരത്തെ പറഞ്ഞു ലക്ഷ്മി സമേതനായിട്ടാണ് വരുന്നത്. ആ വരുമ്പോൾ കൂടെ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള മറ്റു പാർഷദന്മാരും ഉണ്ട് കേട്ടോ. അപ്പൊ അവരാൽ ഇങ്ങനെ ചുറ്റപ്പെട്ടിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പൊ അവരെന്തൊക്കെയോ ഭഗവാനെ അലങ്കരിച്ചിട്ടാണ്, അലങ്കാരങ്ങളും കൊണ്ടാണ് വരുന്നത്. അതാണ് പറയുന്നത് ഹംസശ്രീയ, നല്ല വെളുത്ത അരയന്നത്തിനെ പോലെ ശോഭിക്കുന്ന. വ്യജനയോഹോ എന്ന് വെച്ചാൽ വെൺചാമരം. അത് ശിവവായു എന്ന് വെച്ചാൽ അർത്ഥം അറിയാലോ, മംഗളകരമായ കാറ്റ്. അതായത് അത്രയും ഹൃദ്യമായ കാറ്റ്. ആ കാറ്റിൽ ലോലത്ത് ഇങ്ങനെ ഇളകി ആടുകയാണ് ആ വെൺചാമരങ്ങൾ. പിന്നെ ശുഭ ആദപത്രം, നല്ല വെളുത്ത വെൺകൊറ്റ കുട. ആ കുട ചൂടിയിട്ടുണ്ട്. ഈ കുടയിൽ നിന്നും കേസര, ആ കുടയിൽ ഇങ്ങനെ മുത്തുകൾ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്, തൂങ്ങി കിടക്കുന്നുണ്ട് മുത്തുകൾ. അത് കണ്ടാൽ ശശി ശിഖര അമ്പു. ശശി അതായത് പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ അതിൽ നിന്നും അമ്പു എന്ന് വെച്ച ജലം, ശിഖരം എന്ന് വെച്ച തുള്ളികൾ, ജലതുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നത് പോലെ തോന്നുന്നു. ആ വെൺകൊറ്റക്കുട, വെളുത്ത നിറത്തിലുള്ള വെൺകൊറ്റക്കുടയിൽ നിറയെ മുത്തുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നതിൽ നിന്നും വെള്ളത്തുള്ളികൾ, ജലത്തുള്ളികൾ ഉറ്റി വീഴുന്നത് പോലെ മനോഹരമായ, അതുപോലെ വെളുത്ത അരയന്നത്തെ പോലെയുള്ള ആ ശോഭിക്കുന്ന വെൺചാമരങ്ങളും ഇങ്ങനെ ആ കാറ്റത്ത് ആടുന്നുണ്ട്, ഇളകി വീശുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതിഹൃത എന്ന് വെച്ചാൽ അർത്ഥം അത് വന്ന ഔപയികം എന്ന് വെച്ചാൽ അലങ്കാരങ്ങൾ. മനസ്സിലായ? ഔപയികം എന്ന് വെച്ചാൽ ഇങ്ങനെ അലങ്കാരങ്ങളാൽ കൊണ്ടുവരുന്നു. സ്വപുംബി എന്ന് വെച്ചാൽ സ്വന്തം ഭക്തന്മാരായിട്ടുള്ള പാർഷദന്മാർ ഇങ്ങനെയുള്ള അലങ്കാരങ്ങളാൽ ചുറ്റപ്പെട്ടിട്ട് കൊണ്ടുവരികയാണ്. ആരെ? അങ്ങനെ തം ആഗതം, അങ്ങനെ കടന്നു വരുന്ന ഭഗവാനെ സ്വസമാധി ഭാഗ്യം, സ്വന്തം സമാധി അവസ്ഥയിൽ ധ്യാനത്തിലെ സനകാദികൾ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ആ സമാധി അവസ്ഥയിൽ ഹൃദയത്തിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഭഗവാന്റെ രൂപം തേ, ആ മഹർഷിമാർ അചക്ഷത കണ്ടുവെന്ന്, അക്ഷവിഷയം കണ്ണുകൾക്ക് വിഷയമായിട്ട്, അതായത് അത്രയും കണ്ണുകൾക്ക് വിഷയമായിട്ട് നേർക്ക് നേരെ ഭഗവാന്റെ ആ രൂപത്തെ അവർ മുഖാമുഖം അങ്ങനെ കണ്ടു എന്ന്. അപ്പോൾ ആ വരുന്ന വരവ് ഭഗവാന്റെ ഭക്തന്മാർ വെൺകൊറ്റക്കുടയും വെൺചാമരങ്ങളൊക്കെ ചുറ്റും പിടിച്ച് അങ്ങനെയുള്ള അലങ്കാരത്തോടു കൂടിയിട്ടാണ് ഭഗവാനെ കൊണ്ടുവരുന്നത്. ആ രൂപം കണ്ടപ്പോൾ നടന്നു വരുന്ന ആ രൂപം കണ്ടപ്പോൾ
അത്രയും നാളും സമാധി അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഹൃദയത്തിൽ തെളിഞ്ഞു വന്ന ആ രൂപത്തെ അവരിപ്പോൾ അതാ കണ്ണുകൾ കൊണ്ട് കണ്ണുകൾക്ക് വിഷയമായിട്ട് നേർക്ക് നേരെ ശരിക്കും ആ രൂപം ഭഗവാന്റെ രൂപത്തെ കണ്ടു എന്നാണ് ആ ശ്ലോകത്തിലെ അർത്ഥം പറയുന്നത്. ഇനി ശ്ലോകം 39. അപ്പോൾ ആ രൂപത്തെ വർണ്ണിക്കുകയാണ്. കൃത്സന പ്രസാദ സുമുഖം സ്പൃഹണീയധാമ സ്നേഹ അവലോകകലയാ ഹൃദി സംസ്പൃശന്തം ശ്യാമേ പൃഥൗ ഉരസി ശോഭിതയാ ശ്രിയ സ്വചൂടാമണീം സുഭഗയന്തം ഇവ ആത്മദിഷ്ണ്യം. അപ്പോൾ കൃഷ്ണപ്രസാദ സുമുഖം. കൃഷ്ണൻ എന്ന് വെച്ചാൽ എന്താ? എല്ലാവരെയും ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന, പ്രസാദിച്ചിട്ടുള്ള മുഖം, പ്രസാദമായിട്ട് നിൽക്കുന്ന മുഖം, അത്രയും പ്രസാദത്തോടു കൂടി നിൽക്കുന്ന ഭഗവാന്റെ മുഖം. ആ മുഖം സ്പൃഹണീയ ധാമാണെന്ന്, അതായത് സ്പൃഹണീയം എന്ന് വെച്ചാൽ ആഗ്രഹം, നടന്നു കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളത് നടക്കാൻ ആരെയാണ് പ്രാർത്ഥിക്കുക? ഭഗവാനോട്. ധാമം എന്ന് വെച്ചാൽ അഭയസ്ഥാനം, എല്ലാവരുടെയും ആഗ്രഹങ്ങളുടെ അഭയസ്ഥാനമായിട്ടുള്ള, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ട് പ്രസാദിച്ചു നിൽക്കുന്ന മുഖത്തോടു കൂടിയ സ്നേഹ അവലോക കലയ, സ്നേഹത്തോടു കൂടിയ ഒരു കടാക്ഷ വീക്ഷണത്തോടു കൂടി നിൽക്കുന്ന ഹൃദി സംസ്പൃശന്തം, ആ ഭഗവാന്റെ രൂപം ഹൃദി, എല്ലാവരുടെയും ഹൃദയത്തെ സംസ്പൃശന്തം, സ്പർശിക്കുന്നതാണ് എന്ന്. അപ്പോൾ ആ ഒരു സ്നേഹകാരുണ്യം നിറഞ്ഞ കടാക്ഷ വീക്ഷണവും, നമ്മളെല്ലാവരുടെയും ആഗ്രഹങ്ങൾ നമ്മൾ കൊണ്ട് വെക്കുന്ന അഭയസ്ഥാനം, സമർപ്പിക്കുന്ന അഭയസ്ഥാനമായിട്ടുള്ള എല്ലാവരെയും പ്രസാദിച്ചു നിൽക്കുന്ന ഭഗവാന്റെ ആ മുഖം, അത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു രൂപമാണ് അത് എന്ന്. ഒപ്പം ശ്യാമേ, ശ്യാമ നിറത്തിലുള്ള പൃഥൗ, വികസിച്ച ഉരസി മാറിടം, ആ നീല നിറത്തിലുള്ള വികസിച്ച് നിൽക്കുന്ന വലിയ മാറിടം, ആ മാറിടത്തിൽ ശോഭിതയാന്ന് വെച്ചാൽ പ്രകാശിച്ച് ശോഭിച്ച് നിൽക്കുന്ന ശ്രീയഹ സ്വയം, ആ ലക്ഷ്മി ദേവിയുടെ അവിടെ ആ മാറിടത്തിലാണ്, അവിടെയാണ് ഇരിക്കുന്നത്, അലങ്കാരമായിട്ട് ശോഭിച്ചിരിക്കുന്നു. ചൂടാമണിയുടെ ശോഭയും, സുഭഗയന്തം എന്ന് വെച്ചാൽ ശോഭ, ആ ചൂടാമണിയുടെ ശോഭയും കൊണ്ട് ഇവയുടെ എന്ന് വെച്ചാൽ പോലെ, ഇതുപോലെ ഇവയുടെയൊക്കെ ശോഭ പോലെ ആത്മദിഷ്ണ്യം, ഭഗവാൻ ചൂടിയിട്ടുള്ള ഇതിൻ്റെയൊക്കെ ശോഭയാൽ ആത്മദിഷ്ണി എന്ന് വെച്ചാൽ ഭഗവാന്റെ വാസസ്ഥാനമായ വൈകുണ്ഠവും സുഭഗയന്തം പ്രശോഭിക്കുന്നു എന്ന്. അപ്പോൾ ഭഗവാന്റെ ശോഭയാൽ വൈകുണ്ഠം ശോഭിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്ക് അഭയസ്ഥാനമായിട്ടുള്ള, എല്ലാവരിലും പ്രസാദിച്ചു നിൽക്കുന്ന ആ ഭഗവാന്റെ കടാക്ഷ വീക്ഷണം എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. അങ്ങനെ ശ്യാമ നിറത്തിലുള്ള വികസിച്ച മാറിയിടത്തിൽ അലങ്കാരമായി ലക്ഷ്മി ദേവിയോടൊപ്പമാണ് വരുന്നത്. അപ്പോൾ ആ വരുന്ന കാഴ്ചയാണ് പറയുന്നത്. ലക്ഷ്മി ദേവിയും ഇരിക്കുന്നു, ചൂടാമണിയുടെ പ്രകാശവും, ഇവയെല്ലാം കൊണ്ടും ആ വൈകുണ്ഠമാകെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നതായിട്ടാണ് സനകാദി മഹർഷിമാർ കാണുന്നത്. ഇനി ശ്ലോകം 40. ഭഗവാന്റെ വേഷം, വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയൊക്കെ ഭംഗിയാണ്, വർണ്ണനയാണ്. പീതാ അംശുകേ പൃഥു നിദംബിനി വിസ്ഫുരന്ത്യ കാഞ്ച്യാം അലിബി വിരുദയ വനമാലയാ ച വൽഗു പ്രകോഷ്ഠവലയം വിനദാസുതാ അംസേ വിന്യസ്ത ഹസ്തമിതരേണ ദുനാനം അബ്ജം. പീതാംശുകേ മൃദുനിദംബിനി വിസ്ഫുരന്ത്യ കാഞ്ചി അളിഭിഹി വിരുദയ വനമാലയാ ച വൽഗു പ്രകോഷ്ഠവലയം വിനദാസുതാംസേ വിന്യസ്ത ഹസ്തമിതരേണ ദുനാനം അബ്ജം. അപ്പോൾ നമുക്കറിയാലോ, പൃഥു നിദംബിനി, നല്ല വിടർന്ന അരക്കെട്ട് ഭഗവാന്റെ. ആ അരക്കെട്ടിലെ പീതാംശുകെ, മഞ്ഞപ്പട്ടുടയാട ചാർത്തിയിരിക്കുന്നു. ഒപ്പം വിസ്ഫുരന്ത്യ, അവിടെ ഇങ്ങനെ അതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടിരിക്കുന്നു നല്ല തിളങ്ങുന്ന കാഞ്ചി അരഞ്ഞാണം. അപ്പോൾ വിടർന്ന അരക്കെട്ടിലെ മഞ്ഞപ്പട്ടുടയാട ചാർത്തിയിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ തിളങ്ങാണെന്ന്, അരഞ്ഞാണത്തിൻ്റെ തിളക്കമുണ്ട്. അതോടൊപ്പം അലിബി വിരുദയ, അലിബി എന്ന് വെച്ചാൽ അറിയാലോ, തേനീച്ചകൾ, വണ്ടുകൾ മൂളിപ്പാട്ട് പാടി ഇങ്ങനെ ചുറ്റി നടക്കുന്ന വനമാലയാച്ച. അപ്പം കഴുത്തിൽ വനമാല, നിറയെ പുഷ്പങ്ങളുടെ വനമാല ചാർത്തിയിരിക്കുന്നു. അതിലെ തേൻ കുടിക്കാനായിട്ട് നിറയെ മൂളിപ്പാട്ട് പാടി വണ്ടുകളും വന്നിരിക്കുന്നുണ്ട്. ഒപ്പം വൽഗു പ്രകോഷ്ഠവലയം, മനോഹരമായ കൈത്തണ്ടയിലെ വലിയ വളകൾ ഇട്ടിട്ടുണ്ട്.
അത് ആ രണ്ട് കൈകളുണ്ടല്ലോ, വിനതാസുത, വിനതയുടെ സുതൻ പുത്രനായിട്ടുള്ള ഗരുഡന്റെ അംശേ തോളിൽ വിന്യസ്ത. ഒരു കൈ ഗരുഡൻ, അപ്പൊ ഗരുഡന്റെ പുറത്തേറിയിട്ടാണ് ഭഗവാൻ വരുന്നതെന്ന് മനസ്സിലായി. ഒരു കൈ ഗരുഡന്റെ തോളിലാണ് വെച്ചിരിക്കുന്നത്. മനോഹരമായ നീണ്ട കൈകളിൽ വളകൾ, കൈവളകൾ അണിഞ്ഞിട്ടുണ്ട്. അതിലൊരു കൈ ഗരുഡന്റെ തോളിൽ വെച്ചിട്ടുണ്ട്, വിന്യസ്ത. ഇനി ഹസ്തം ഇതരേണ, മറ്റേ കൈ ദുനാനം അബ്ജം, മറ്റേ കൈയിൽ താമരപ്പൂ പിടിച്ച് ഇങ്ങനെ ചുഴറ്റിയിട്ടാണ് ഇരിക്കുന്നത്. ലക്ഷ്മി മടിയില് ലക്ഷ്മി ദേവിയും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഗരുഡന്റെ പുറത്തേറിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ വലിയ അരക്കെട്ടിൽ മഞ്ഞപ്പട്ടുടയാട, അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചുറ്റി തിരിയിരിക്കുന്ന അരഞ്ഞാണം, അതോടൊപ്പം വണ്ടുകൾ മൂളി നടക്കുന്ന വനമാല കഴുത്തിൽ ചാർത്തിയിരിക്കുന്നു. നീണ്ട കൈകളിലെല്ലാം കൈവളകളുണ്ട്. ആ കൈയിലെ ഒരു കൈ ഗരുഡന്റെ പുറത്താണ്, തോളിലാണ് വെച്ചിരിക്കുന്നത്. മറ്റേ കൈയിൽ നല്ല താമരപ്പൂ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ചുഴറ്റിയിട്ടാണ് ഭഗവാൻ വരുന്നത്. ഇനി ശ്ലോകം 41. വിദ്യുത്ക്ഷിപത് മകരകുണ്ടല മണ്ഡനാർഹ ഗണ്ഡസ്ഥല ഉന്നസമുഖം മണിമക്കിരീടം ദോഹോ ദണ്ഡ ഷണ്ഡ വിവരേ ഹരദ പരാർദ്യഹാരേണ കന്ദരഗതേന ച കൗസ്തുഭേന. അപ്പൊ വിദ്യുത്, അതായത് ഇടിമിന്നലിന്റെ, ക്ഷിപത് പ്രകാശത്തോടു കൂടിയ മകരകുണ്ടലം, മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? കർണാഭരണം. അപ്പോൾ ഇടിമിന്നലിന്റെ പോലെ വെട്ടിത്തിളക്കമുള്ള മകര മത്സ്യത്തിന്റെ എന്ന് വെച്ചാൽ സ്രാവ്, മനസ്സിലായ? മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള അത്രയും നീളനെയുള്ള കർണാഭരണമാണ്, കുണ്ടലമാണ് അണിഞ്ഞിരിക്കുന്നത്. മണ്ഡനാർഹ എന്ന് വെച്ചാൽ ഇങ്ങനെ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഗണ്ഡസ്ഥലം, കഴുത്തും, മനസ്സിലായി? അപ്പൊ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ അങ്ങനെ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള കഴുത്തുമുണ്ട്. ഉന്നസമുഖം, ഉയർന്ന നാസിക, വലുപ്പമുള്ള ഉയർന്ന നാസിക. മണിമത് കിരീടം, നിറയെ രത്നങ്ങൾ പതിപ്പിച്ചുള്ള കിരീടം ശിരസിൽ വെച്ചിട്ടുണ്ട്. ദോഹദണ്ഡ, ദോർദണ്ഡ എന്ന് വെച്ചാൽ 4 കൈകളുടെയും, ഷണ്ഡ വിവരെ ഇടയിലായിട്ട്, ഹരദഹ എല്ലാവരെയും ഇങ്ങനെ ആകർഷിക്കുന്ന, പരാർദ്യഹരേണ വളരെ മനോഹരമായ കണ്ടാഭരണങ്ങൾ, കഴുത്തിൽ വേറെയും വനമാല മാത്രമല്ല വേറെയും ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കന്ദരഗതേന, ആ കഴുത്തിൽ പ്രശോഭിക്കുന്ന കൗസ്തുഭേന, കൗസ്തുഭരത്നവും അണിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാനെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിമിന്നൽ പോലെ ശോഭിക്കുന്ന മകരമത്സ്യത്തിന്റെ ആകൃതിയുള്ള കർണാഭരണങ്ങളും, അങ്ങനെ അലങ്കരിക്കപ്പെട്ട കഴുത്തും, വലിയ മൂക്കുകളും, രത്നങ്ങൾ പതിച്ച കിരീടവും, 4 കൈകളുടെയും ഇടയിലായിട്ട് അതായത് 4 കൈകളുടെ ഇടയിലായിട്ട് എന്ന് പറഞ്ഞാൽ ആ മാറിൽ ഭാഗത്തായിട്ട് നിറയെ ഭംഗിയുള്ള മാലകൾ, വേറെയും മാലകൾ അണിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൗസ്തുഭരത്നവും കൊണ്ടും ശോഭിക്കുന്നുണ്ടായിരുന്നു ഭഗവാൻ വരുമ്പോൾ. ശ്ലോകം 42. അത്ര ഉപസൃഷ്ടം ഇതി ച ഉത്സ്മിതം ഇന്ദിരായഃ സ്വാനാം ദിയാ വിരചിതം ബഹു സൗഷ്ടവ ആഠ്യം മഹ്യം ഭവസ്യ ഭവതാം ച ഭജന്തമംഗം നേമു നിരീക്ഷ്യ ന വിതൃപ്ത ദൃശഃ മുദാ കൈഹി. അത്ര ഉപസൃഷ്ടം ഇതി ച ഉത്സ്മിതം ഇന്ദിരായ സ്വാനാം ധിയാ വിരചിതം ബഹു സൗഷ്ടവ ആഠ്യം മഹ്യം ഭവസ്യ ഭവതാം ച ഭജന്തമംഗ നേമോ നിരീക്ഷ്യന വിതൃപ്ത ദൃശോ മുദാ കൈഹി. അതായത് എന്നിട്ട് ഈ സനകാദി മഹർഷിമാരുടെ മനസ്സിൽ കാണുന്ന കാര്യം എന്നിട്ടാണ് പറയുന്നത്. അതായത് ഇന്ദിരായ ലക്ഷ്മി ദേവിക്ക് ഉത്സ്മിതം എന്ന് വെച്ചാൽ സ്വന്തം സൗന്ദര്യത്തിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അഹങ്കാരമല്ല, ഒരു അഭിമാനം ഉണ്ടായിരുന്നു ലക്ഷ്മി ദേവിക്ക്. ഞാനാണ് ഏറ്റവും സുന്ദരി എന്നൊരു അഭിമാനം. ആ അഭിമാനത്തെ ഇപ്രകാരം, അതായത് ഉപസൃഷ്ടം എന്ന് വെച്ചാൽ ഇല്ലാതാക്കുന്നതായിരുന്നു. അത്രയും സൗന്ദര്യത്തോടു കൂടിയിട്ടായിരുന്നു ഭഗവാൻ വരുന്നത്. ആ വരുന്ന വരവില് അടുത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യം ഭഗവാന്റെ ഭക്തന്മാർ കാണില്ല എന്ന്. കാരണം ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യം ഒന്നുമല്ലാതായി പോകുന്നു എന്ന്. അപ്പൊ ഭക്തരാണല്ലോ കാണുന്നത്. അതാണ് സ്വാനാം ദിയാ വിരചിതം. സ്വാനാം സ്വന്തം ഭക്തന്മാർ, ദിയ എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ വിരചിതം, ഈ രൂപം കണ്ടുകൊണ്ടാണ് ധ്യാനിക്കുന്നത്. അവരാണ് പറയുന്നത് അടുത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യം ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ ഒന്നുമല്ല. ഇപ്പൊ ലക്ഷ്മി ദേവിക്ക്, അതാണ് ഇന്ദിരായ ലക്ഷ്മി ദേവിക്ക് ഞാനാണ് ഏറ്റവും സുന്ദരി എന്നൊരു തോന്നൽ, ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ആ ചിന്തയെ ഭഗവാൻ ഇപ്രകാരം തന്നെ ആ ചിന്ത അപ്രകാരം ഇല്ലാതാക്കിയെന്ന്. അതായത് ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ, ആ സൗന്ദര്യത്തിന്റെ മുന്നിൽ ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യം ഒന്നുമല്ലാതാക്കി തീർത്തു. അങ്ങനെ സ്വന്തം ഭക്തന്മാർ കണ്ട് ആരാധിക്കുന്ന
ആ രൂപമാണ് ഇപ്പോൾ സനകാദിമാർ കണ്ടത്. അങ്ങനെ ബഹുസൗഷ്ഠവ ആദ്യം, അത്രയ്ക്ക് ബഹുസൗഷ്ഠവ ആദ്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായ സൗന്ദര്യമുള്ള ഭഗവാന്റെ ആ രൂപം ഉണ്ടല്ലോ, അത് ബ്രഹ്മാവ് പറയാനിട്ട് അത് മഹ്യം എന്ന് വെച്ചാൽ എനിക്കും, ബ്രഹ്മദേവൻ പറയാണ് എനിക്കും, ഭവസ്യ എന്ന് വെച്ചാൽ ശിവഭഗവാനും, ഭവതാം ഇനി ദേവന്മാരായ നിങ്ങൾക്കും, ഭജന്തം മനസ്സിൽ ഇങ്ങനെ ആരാധിക്കാനായിട്ട് അംഗം ഭഗവാൻ എടുത്ത രൂപമാണത് എന്നാണ്. അതായത് ആ പരമാത്മാവ് രൂപമില്ലാത്ത ശക്തിയാണല്ലോ, പ്രകൃതി പുരുഷ സംയോഗമാണ് പരമാത്മാവ്. പക്ഷേ നമുക്ക് ധ്യാനിക്കാൻ എപ്പോഴും ഒരു പാദം അല്ലെങ്കിൽ ഒരു രൂപം വേണ്ടേ? അപ്പോൾ ഏറ്റവും മനോഹരമായ ബ്രഹ്മാവ് തന്നെയാണല്ലോ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മദേവൻ തന്നെ പറയാ, എൻ്റെ സൃഷ്ടിയിൽ ഇനി ഇതിലും സൗന്ദര്യമുള്ളൊരു സൃഷ്ടി വേറെ ഇല്ല. ബ്രഹ്മാവിൻ്റെ കഴിവിൻ്റെ എല്ലാതും എടുത്തിട്ട് ബ്രഹ്മാവ് ഏറ്റവും ഭംഗിയിൽ സൃഷ്ടിച്ച ഒരു രൂപം, ശരീരരൂപം, അതും സത്വഗുണത്തോടു കൂടി നിൽക്കുന്ന ഒരു ശരീരരൂപം, അത് മഹാവിഷ്ണുവിൻ്റെയാണ്. ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യം പോലും ഭക്തന്മാർക്ക് അങ്ങനെ നോക്കുമ്പോൾ അറിയാം, ആ സൗന്ദര്യം പോലും ഭഗവാന്റെ സൗന്ദര്യത്തിൻ്റെ മുന്നിൽ ഒന്നും അല്ലാതായി പോകുന്നു. അത്രയ്ക്ക് മനോഹരമായ ആ രൂപത്തെ ഭഗവാൻ എടുത്തത് എന്തിനാണെന്നോ? എനിക്കും മഹാദേവനും ഇനി എല്ലാ ദേവന്മാർക്കും ഇനി സകല മനുഷ്യർക്കും ഈ ഭൂമിയിലൊക്കെ ജീവിക്കുന്ന സകല ലോകങ്ങളിൽ ജീവിക്കുന്ന സകലർക്കും ഉള്ളിൽ കണ്ട് ആരാധിക്കാൻ ഒരു രൂപം വേണ്ടേ? അതിനായിട്ട് ഭഗവാൻ എടുത്ത ശരീരരൂപമാണ്. അതാണ് ഇത്രയും മനോഹരം. അത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു വലിച്ച് ആകർഷിച്ച് കൊണ്ടുവന്ന് നിർത്തുന്ന അത്രയും മനോഹരമായ രൂപത്തെ ഭഗവാൻ എടുത്തത് അതിനായിരുന്നു. എന്നിട്ട് പറയാണ്, ആ രൂപത്തെ നഹ സനകാദി മഹർഷിമാർക്ക് വിതൃപ്ത മതിയായില്ല എന്ന് ദൃശഹ കണ്ടിട്ട് മുത വളരെ സന്തോഷത്തോടെ കൈഹി രണ്ട് കൈകളും കൂപ്പി ശിരസ്സു കുനിച്ച് നിരീക്ഷ്യ ആ രൂപത്തെ കണ്ട് സനകാദി മഹർഷിമാർ നേമോ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു എന്ന്. അത്രയും മനോഹരമായ ആ രൂപത്തെ കണ്ടിട്ടും മതിയാവാതെ തൃപ്തി വരാതെ സനകാദികൾ കൈകൾ കൂപ്പി ഭഗവാനെ നമസ്കരിച്ച് നിന്നു എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 43. തസ്യ അരവിന്ദ നയനസ്യ പാദാരവിന്ദ കിഞ്ചൽക മിശ്ര തുളസി മകരന്ധവായുഃ അന്തർഗതഃ സ്വവിവരേണ ചകാരതേഷാം സംക്ഷോഭം അക്ഷരജുഷാം അഭി ചിത്ത തന്വാഃ. തസ്യ അരവിന്ദ നയനസ്യ പാദാരവിന്ദ കിഞ്ചൽക മിശ്ര തുളസി മകരന്ധവായു അന്തർഗതഃ സ്വവിവരേണ ചകാരതേഷാം സംക്ഷോഭം അക്ഷരജുഷാം അഭി ചിത്ത തന്വാഃ. തസ്യ ആ ഭഗവാന്റെ അരവിന്ദ നയനസ്യ താമരപ്പൂ പോലെ കണ്ണുകളുള്ള ആ ഭഗവാന്റെ പാദാരവിന്ദ ആ തൃപ്പാദങ്ങളിലെ കിഞ്ചൽക്കം കാൽവിരലുകളിൽ മിശ്ര തുളസി വീണ് കിടക്കുന്ന തുളസീദളങ്ങളിൽ നിന്നും മകരന്ധവായു ആ തുളസീദളങ്ങളുടെ ഗന്ധത്തെ വഹിച്ചു കൊണ്ടുവരുന്ന വായു സ്വവിവരേണ സ്വന്തം മൂക്കുകളിലൂടെ അന്തർഗത ഉള്ളിലേക്ക് എത്തിയപ്പോൾ തേഷാം ആ സനകാദി മഹർഷിമാർക്ക് ചകാര എന്ന് വെച്ചാൽ ഉണ്ടായി എന്ന്, സംക്ഷോഭം എന്ന് വെച്ചാൽ ഒരു വ്യതിയാനം, ഒരു മാറ്റം. ചിത്ത തന്വ, ചിത്തം എന്ന് വെച്ചാൽ മനസ്സ്, തനു എന്ന് വെച്ചാൽ ശരീരം, അവരുടെ ശരീരത്തിനും മനസ്സിനും പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി. എന്നാൽ അക്ഷരജുഷാം അഭി അക്ഷരബ്രഹ്മമായ സാക്ഷാൽ പരമാത്മാവിൽ മനസ്സ് ലയിച്ച ജീവൻ മുക്തരായ സനകാദി മഹർഷിമാർ ഏത് സാഹചര്യത്തിൽ ചെന്നാലും എവിടെ ഏത് സാഹചര്യത്തിൽ നിന്നാലും മനസ്സിൽ യാതൊരു വ്യതിയാനങ്ങളും ഇല്ലാതെ, അതായത് ഓവറായിട്ട് പ്രത്യേകിച്ചൊരു സന്തോഷം, ഒരു നിർവൃതി, ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ കൂടുതൽ സന്തോഷം, കൂടുതൽ നിർവൃതി, കൂടുതൽ ഭക്തി, ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കുറവ്, അങ്ങനെ സ്ഥല കാല ദേശ സമയ ഭേദം ഒന്നുമില്ലാതെ എപ്പോഴും ഒരേ മാനസികാവസ്ഥയിൽ ഒരേ ഭഗവത് അനുഭവത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വ്യതിയാനവും ഇല്ലാത്ത അദ്വൈതത്തിൽ ലയിച്ചിരിക്കുന്ന ആ മഹർഷിമാർക്ക് പോലും അവരുടെ ശരീരത്തിലും മനസ്സിലും ആ നിമിഷം പെട്ടെന്നൊരു മാറ്റമുണ്ടായി എന്ന്. അതാണ് ആ പറഞ്ഞത്. അക്ഷരജുഷാം എന്ന് വെച്ചാൽ അക്ഷരബ്രഹ്മമായ പരമാത്മാവിൽ ലയിച്ചവരായിരുന്നിട്ട് പോലും അഭി എങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ പെട്ടെന്നൊരു രോമാഞ്ചവും ഒരു പ്രത്യേക നിർവൃതിയും മനസ്സിൽ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തെന്നില്ലാത്തൊരു ആനന്ദവും ഒക്കെ അങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് അവർക്ക് സംഭവിച്ചു എന്ന്. എന്നാൽ യാതൊരു മാറ്റങ്ങളും ഒരു സ്ഥലത്ത് ചെന്നാലും ഒരു വ്യതിയാനങ്ങളും ശരീരത്തിലും മനസ്സിലും ഇല്ലാതെ പൂർണ്ണ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന മഹർഷിമാർ
മഹർഷിമാരാണ്. അവരിൽ ആ രൂപം കണ്ടിട്ട് ഒരല്പം അവരിൽ ഒരു മാറ്റം പെട്ടെന്ന് സംഭവിച്ചു എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 44. തേ വൈ അമൂഷ്യ വദന അസിത പത്മകോശം വദനാസിത പത്മകോശം ഉദീക്ഷ്യ സുന്ദരതര അധര കുന്ദഹാസം ലബ്ധാശിഷ പുനഃ ആവേക്ഷ്യ തദീയം അംഗ്രി ദ്വന്ദ്ം നഗ അരുണമണിശ്രയണം നിദന്തുഃ. തേ വൈ അമൂഷ്യ വദന അസിത പത്മകോശം ഉദ്വീക്ഷ്യ സുന്ദരതര അധര കുന്ദഹാസം ലബ്ധാശിഷഃ പുനഃ ആവേക്ഷ്യ തദീയമംഗ്രി ദ്വന്ദ്ം നഗാരുണമണിശ്രയണം നിദന്തുഃ. തേ എന്നുവെച്ചാൽ ആ മുനിമാർ, അമൂഷ്യ ആ ഭഗവാന്റെ, വദന അസിത പത്മകോശം അസിതം നീല നിറത്തിലുള്ള പത്മം താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ ആ മുഖത്തെ ഉദീക്ഷ്യ കണ്ടുവെന്ന്. അത് കണ്ടപ്പോൾ സുന്ദരതര അധര കുന്ദഹാസം വളരെ മനോഹരമായിട്ടുള്ള പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾ, അധരം എന്ന് വെച്ചാൽ ചുണ്ടുകളും കണ്ടപ്പോൾ ലബ്ധ ആശിഷ എന്ന് വെച്ചാൽ ജീവിത സാക്ഷാത്കാരം, ജന്മലക്ഷ്യം ലബ്ധ ലഭിച്ചതുപോലെ നേടിയതുപോലെ അവർക്ക് തോന്നി. ഇനി ഒന്നും വേണ്ട, നേടാനുള്ളത് നേടി. അതായത് ഭഗവാന്റെ ആ നീല നിറത്തിലുള്ള മനോഹരമായ മുഖവും പുഞ്ചിരിക്കുന്ന ചുണ്ടുകളും, മനോഹരമായ പുഞ്ചിരിക്കുന്ന ആ ചുണ്ടുകളും കൂടി അത് കണ്ടപ്പോൾ, അവരെ നോക്കിയിട്ട് ഭഗവാൻ ചിരിക്കുന്നതും കൂടി കണ്ടപ്പോൾ ജീവിത ലക്ഷ്യം പൂർത്തിയായതുപോലെയാണെന്ന് അവർക്ക് തോന്നിയത്. ഇനി ഒന്നും വേണ്ട. പുനഃ അതിനുശേഷം അവർ കണ്ടു തദീയമംഗ്രി ദ്വന്ദ്ം ഭഗവാന്റെ ആ താമരപ്പൂ പോലെയുള്ള ദ്വന്ദ്ം രണ്ട് പാദങ്ങളെയും കണ്ടു. അവിടെ നഗ അരുണമണിശ്രയണം, അതായത് മാണിക്യക്കല്ല് പോലെ, ചുവന്ന മാണിക്യക്കല്ല് പോലെയുള്ള ആ നഖങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ അവർ കണ്ടപ്പോൾ നിദന്തു, അവര് കൈകൾ കൂപ്പി ഭഗവാനെ നമസ്കരിച്ചു, ധ്യാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർക്ക് ആ ജന്മലക്ഷ്യം പൂർത്തിയായതുപോലെയാണ് ഭഗവാൻ അവരെ നോക്കി ചിരിക്കുന്നതും ഭഗവാന്റെ ആ മനോഹരമായ മുഖവും കൂടി കണ്ടപ്പോൾ ലബ്ധ ആശിഷ, ജന്മ സാക്ഷാത്കാരം സാധിച്ചതുപോലെ അനുഭവപ്പെട്ടു. അതിനുശേഷമാണ് അവർ ഭഗവാന്റെ പാദങ്ങളെ കാണുന്നത്. ചുവന്ന താമരപ്പൂ പോലെയുള്ള ആ പാദങ്ങളിൽ അവർ തൊഴുത് നമസ്കരിച്ച് ധ്യാനിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 45. പുംസാം ഗതി മൃഗയതാമിഹ യോഗമാർഗൈഃ ധ്യാന ആസ്പദം ബഹുമദം നയനാഭിരാമം പൗസ്നം വപുഃ ദർശയാന അനന്യസിദ്ധൈ ഔത്പത്തികൈ സമഗ്രണൻ യുധം അഷ്ടഭോഗൈഃ. പുംസാം ഗതി മൃഗയതാം ഇഹ യോഗമാർഗൈ ധ്യാനാസ്പദം ബഹുമദം നയനാഭിരാമം പൗസ്നം വപുഃ ദർശയാന അനന്യസിദ്ധൈ ഔത്പത്തികൈ സമഗ്രണൻ യുധം അഷ്ടഭോഗൈഃ. പുംസാം എന്നിട്ട് പറയാണ് കേട്ടോ, ബ്രഹ്മദേവനാണ് ഇവിടെ പറയുന്നത്. പുംസാം എന്ന് വെച്ചാൽ മനുഷ്യർക്ക്, യോഗമാർഗ എന്ന് വെച്ചാൽ അഷ്ടാംഗ യോഗ മാർഗത്തിലൂടെ നമുക്കറിയാലോ, പ്രാണായാമം, പ്രത്യാഹാരം, അങ്ങനെയുള്ള അവസാനം ധ്യാനം, സമാധിയിലേക്കൊക്കെ എത്തുമ്പോൾ ഇവിടെ ഈ ലോകത്ത് ഗതി എന്ന് വെച്ചാൽ പരമമായ ഗതി ഉണ്ടല്ലോ, ആ മോക്ഷം എന്ന അവസ്ഥയെ മൃഗയതാം അന്വേഷിക്കുന്നു. അതായത് ഈ ലോകത്ത് അഷ്ടാംഗ യോഗ പരിശീലനത്തിലൂടെ ധ്യാനിച്ച് സമാധിയിലെത്തി പരമമായ മോക്ഷത്തിൽ എത്താൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് ധ്യാനാസ്പദം, ആ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് കാണാൻ ഒരു രൂപം വേണം, അവർക്ക് ആശ്രയിക്കാൻ. അതിനായി ഒരു രൂപത്തെ എടുത്തതാണ് ഭഗവാൻ, ആ പരമാത്മാവ്. ആ രൂപത്തോടു കൂടി നിൽക്കുന്ന ബഹുമതം എന്ന് വെച്ചാൽ മഹാമുനിമാർക്ക് നയനാഭിരാമം, അവരുടെ കണ്ണുകൾക്ക് പോലും കാണാൻ അത്രമാത്രം മനോഹരമായ ആ രൂപത്തോടു കൂടിയ പൗസ്നം വപുഹു, ആ പുരുഷ രൂപം, ആ പുരുഷ ശരീരം ദർശിക്കാൻ, കാണാൻ, മുഖാമുഖം കാണാൻ സാധിച്ച സനകാദികൾക്ക് അനന്യസിദ്ധ എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ആർക്കും സിദ്ധിക്കാത്ത, നേടിയെടുക്കാൻ സാധിക്കാത്ത അഷ്ടഭോഗൈ, 8 വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടല്ലോ. ആ ശരീരം വിട്ടു പോവുക എന്നൊക്കെ പറയുന്ന ആ യോഗാവസ്ഥയിൽ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകുന്ന 8 തരത്തിലുള്ള കഴിവുകളും, അതാണ് അനന്യസിദ്ധ എന്ന് പറയുന്നത്. പെട്ടെന്നൊന്നും ആർക്കും നേടിയെടുക്കാൻ കഴിയാത്ത ആ 8 വിധത്തിലുള്ള കഴിവുകളും ഔത്പത്തി, ഭഗവാന്റെ ആ ഒരു ദർശനത്താൽ മാത്രം, ആ സാന്നിധ്യത്താൽ മാത്രം
സമഗ്രഹൻ എന്ന് വെച്ചാൽ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന്. മഹായോഗികളായിട്ടുള്ളവർക്ക് ഭഗവാന്റെ ആ ഒരു സാന്നിധ്യത്തിൽ അവർക്ക് അഷ്ടസിദ്ധികളും പെട്ടെന്നൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്ത അഷ്ടസിദ്ധികളും നേടിയെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ യോഗമാർഗത്തിലൂടെ ആ ഒരു ധ്യാനാവസ്ഥയെ പരിശീലിച്ച് സമാധിയിലെത്തി മോക്ഷം നേടണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി ശ്രമിക്കുന്ന യോഗികൾക്ക് വേണ്ടി അവർക്കായി അവർക്ക് ധ്യാനിക്കുമ്പോൾ മനസ്സിൽ കാണാൻ ഒരു മനോഹരമായ രൂപം വേണമല്ലോ എന്ന് കരുതി സാക്ഷാൽ പരമാത്മാവ് എടുത്ത സത്വഗുണ സ്വരൂപമായ രൂപം, മഹാവിഷ്ണുവിൻ്റെ രൂപം, ആ രൂപം മഹായോഗികൾക്ക് പോലും കണ്ണിന് മനോഹരമായ ഒരു രൂപമാണത്. അങ്ങനെയുള്ള ആ പുരുഷ രൂപത്തിൻ്റെ സാന്നിധ്യം, ഒറ്റ ദർശനം കിട്ടിയ ആ സാന്നിധ്യം വന്നപ്പോൾ പെട്ടെന്നൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത അഷ്ടവിദ്യകളും ആ നിമിഷം നേടിയെടുക്കാൻ ആ മഹർഷിമാർക്ക്, ആ മഹായോഗികൾക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഭഗവാന്റെ ആ രൂപവർണ്ണന, സനകാദികൾ കാണുന്ന ആ രൂപവർണ്ണനയാണ് അവിടെ നടക്കുന്നത്. ബ്രഹ്മാവ് ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 46. എന്നിട്ട് കുമാര ഊജു എന്ന് വെച്ചാൽ സനകാദി മഹർഷിമാര് ഭഗവാനോട് പറയാനിട്ട്, അതാണ് കുമാര ഊജു. യഹ അന്തർഹിതഃ ഹൃദി ഗതഃ ബി ഗതോ ബി ദുരാത്മാനം ത്വം സഹ അദ്യ ഏവ നഃ നയനമൂലം അനന്തരാതഃ യർഹി ഏവ കർണവിവരേണ ഗുഹാം ഗതോ നഃ പിത്രാ അനുവർണിത രഹ ഭവത് ഉദ്ഭവേന. യഹ അന്തർഹിതഃ ഹൃദി ഗതഃ അഭി ദുരാത്മനാം ത്വം സഹ അദ്യ ഏവ നഃ നയനമൂലം അനന്തരാതഃ യർഹി ഏവ കർണവിവരേണ ഗുഹാം ഗതോ നഃ പിത്രാ അനുവർണിതരഃ ഭവത് ഉദ്ഭവേന. കുമാരന്മാരായ സനകാദി മഹർഷിമാർ ഭഗവാനെ കണ്ടപ്പോൾ പറയുകയാണ്, അന്തർഹിത എന്ന് വെച്ചാൽ കാണാൻ പറ്റില്ല എന്ന്, ദുരാത്മാനാം അതായത് അഹങ്കാരത്തിൽ ഞാനാണ്, എൻ്റെ കഴിവ്, എൻ്റെ ശക്തി എന്ന ഞാൻ എന്ന അഹങ്കാരത്തിൽ വർത്തിക്കുന്നവർക്ക് ഹൃദി ഗതഃ അഭി, ഹൃദി ഗതഃ അഭി എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനാണെങ്കിൽ പോലും ത്വം ഭഗവാനെ അങ്ങയെ അന്തർഹിത കാണാൻ സാധിക്കില്ല എന്ന്. ഈ ഈഗോ എന്ന അഹങ്കാരത്തിൽ ഇരിക്കുന്നവർക്ക് ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരുപോലെ വസിക്കുന്നവനാണ്. പക്ഷേ ആരാണ് അത് കാണുന്നത്? അതാണ് യഥാർത്ഥ ഭക്തന്മാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അഹങ്കാരം എന്ന ആ അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കണം. അഹങ്കാരമാകുന്ന മായയിൽ നിന്ന് പുറത്തു കടക്കുന്നവർക്ക് മാത്രമേ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അന്തർഹിത കാണാൻ പറ്റില്ല എന്ന്. സഹ അദ്യ ഏവ നഹ, സഹ അങ്ങനെയുള്ള അങ്ങ് അദ്യ ഏവ ഇപ്പോൾ ഈ നിമിഷത്തിൽ നഹ ഞങ്ങൾക്ക് നയനമൂലം ഞങ്ങളുടെ കണ്ണുകൾക്ക് വിഷയമായിട്ട് ഞങ്ങളുടെ മുഖാമുഖം രാധഹ കാണാൻ സാധിച്ചു. അനന്തസ്വരൂപനായിട്ടുള്ള ആ അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലെ ഞങ്ങളുടെ മുഖാമുഖം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ടാണ് സനകാദികൾ കാണുന്നത്. ഇതുവരെ ധ്യാനത്തിലിരുന്ന് മനസ്സിൽ കാണുന്ന രൂപമാണ് ഇപ്പൊ കണ്ണിന്റെ മുന്നിൽ കണ്ടത്. എന്നിട്ട് പറയാണ് യർഹി ഏവ എന്ന് വെച്ചാൽ പണ്ട് ഇതിനു മുൻപ് എപ്പോഴാണോ വിവരേണ വെച്ചാൽ ഞങ്ങളുടെ ചെവിയിലൂടെ പിത്ര അനുവർണിത ഞങ്ങളുടെ പിതാവായിട്ടുള്ള ബ്രഹ്മദേവൻ അനുവർണിത രഹ ആ ഭഗവാന്റെ അങ്ങയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നിട്ടുണ്ട്. അന്നേ ഗുഹാം ഗതഹ നഹ ഞങ്ങളുടെ ഹൃദയത്തിൽ ചെവിയിലൂടെ ഞങ്ങളുടെ ഹൃദയ ഗുഹയിൽ അങ്ങയെക്കുറിച്ച് കയറി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഭവത് ഉദ്ഭവേന ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ കണ്ടത് എന്ന്. അപ്പൊ സനകാദികൾ പറയാണ് എന്താ പറയുക, ദുരാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അഹങ്കാരത്തിൽ ആസുരിക ചിന്തയിൽ ഇരിക്കുന്ന മനുഷ്യർക്ക് എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരുപോലെ വസിക്കുന്നവനായ ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ അങ്ങനെയുള്ള അങ്ങ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞങ്ങളുടെ കണ്ണിനു മുന്നിൽ ഞങ്ങൾക്ക് മുഖാമുഖം കാണാൻ സാധിച്ചിരിക്കുന്നു അങ്ങയെ. ഇതിനു മുന്നേ ഞങ്ങളുടെ പിതാവായ ബ്രഹ്മദേവനിൽ നിന്നും ഞങ്ങൾ അങ്ങയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു. ആ ചെവിയിലൂടെ ഞങ്ങളുടെ ഹൃദയ ഗുഹയിൽ അങ്ങനെ ഞങ്ങൾ വസിക്കുന്നുണ്ട്. ആ രൂപമാണ് ഞങ്ങളിപ്പോൾ ഭവത് ഉദ്ഭവേന ഈ അങ്ങിങ്ങനെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ആ രൂപമാണ് നേരിട്ട് കാണാൻ സാധിച്ചത്. ശ്ലോകം 47. തം ത്വാം വിദാമ ഭഗവൻ പരമാത്മതത്വം സത്വേന സംപ്രതിരതിം രചയന്തമേഷാം
തത് തേ അനുതാപവിദിതേ ദൃഢഭക്തിയോഗേ ഉദ്ഗ്രന്ഥയഃ ഹൃദി വിദു മുനയോ വിരാഗഃ. തം ത്വാം വിദാമ ഭഗവൻ പരമാത്മതത്വം സത്വേന സമ്പ്രതി രതിം രചയന്തമേഷാം. തത് തേ അനുതാപവിദിതൈഃ ദൃഢഭക്തിയോഗൈഃ ഉദ്ഗ്രന്ഥയഃ ഹൃദി വിദുഃ മുനയോഃ വിരാഗഃ. ത്വം അങ്ങ് വിദാമ, വിദാമ എന്ന് വെച്ചാൽ ഞങ്ങൾ അറിയുന്നു ഭഗവാനെ. മുനിമാർ പറയാണ് ഭഗവാൻ പരമാത്മതത്വം, അങ്ങ് സാക്ഷാൽ പരമാത്മാവാണ്, അങ്ങ് പരമാത്മതത്വമാണ്. ആ ജ്ഞാനമാകുന്ന പുരുഷനും ശക്തിയാകുന്ന പ്രകൃതിയും ചേർന്നതാണ്, ആ പരമാത്മാവാണ് അങ്ങ് എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നിട്ട് പറയാണ് സത്വേന, ആ അങ്ങയുടെ ഈ സത്വഗുണസ്വരൂപമായ ഈ രൂപം സമ്പ്രതി അങ്ങയുടെ ഭക്തന്മാരായവർക്ക് രചയന്തമേഷ, അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ അങ്ങയുടെ ഭക്തന്മാരായവർ അവരുടെ ഹൃദയത്തിൽ കണ്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ട്, അങ്ങയോടുള്ള സ്നേഹം ഭക്തി കൂടാൻ വേണ്ടിയിട്ട് അങ്ങ് ഈ സത്വഗുണ സ്വരൂപമായ രൂപത്തെ സ്വീകരിച്ചു. അങ്ങനെയുള്ള ഭക്തിയിലൂടെ തത്തേ, അങ്ങനെയുള്ള അങ്ങയുടെ അനുതാപവിദിതേ എന്ന് വെച്ചാൽ അങ്ങയുടെ അനുതാപം, അങ്ങയുടെ കാരുണ്യമില്ലാതെ, അങ്ങയുടെ കരുണാകടാക്ഷം, അങ്ങയുടെ അനുഗ്രഹമില്ലാതെ ദൃഢഭക്തിയിലൂടെയും അതുപോലെ വിരാഗ എന്ന് വെച്ചാൽ വിരക്തിയിലൂടെയും ഉദ്ഗ്രന്ഥയ എന്ന് വെച്ചാൽ മായയുടെ മറയെ പൂർണ്ണമായി നീക്കിയവർക്കു മാത്രമേ അങ്ങയുടെ കാരുണ്യത്താൽ വിരക്തി വന്ന് മായയുടെ മറയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിച്ച, അതും ആർക്ക് ദൃഢഭക്തി യോഗമുള്ളതിലൂടെ പോയവർക്ക് മാത്രമേ ഹൃദി വിദുഹു, അവരുടെ ഹൃദയത്തിൽ അങ്ങയുടെ പരമാത്മ തത്വത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. സത്വഗുണ സ്വരൂപത്തോടു കൂടി അങ്ങയുടെ രൂപത്തെ കണ്ട് അങ്ങയോടുള്ള സ്നേഹം, അതാണ് സമ്പ്രതി രതിം, അങ്ങയോടുള്ള നിർമ്മലമായ ആ സ്നേഹത്തോടു കൂടി വന്ന ഭക്തന്മാർക്ക് അങ്ങനെ ആ ദൃഢമായ ഭക്തിയോഗത്തിലെത്തി ആ ഭക്തിയിലൂടെ മായയുടെ മറയെ, അതാണ് ഉദ്ഗ്രന്ഥയ, മായയുടെ മറയിൽ നിന്നും നീക്കിയിട്ട് അതിൽ നിന്നും മുക്തരായി വിരാഗ പൂർണ്ണ വിരക്തന്മാരായ ഭക്തന്മാർക്ക്, അങ്ങനെയുള്ള യോഗികൾക്ക് മാത്രമേ ഭഗവാനെ അങ്ങയുടെ യഥാർത്ഥ തത്വം പരമാത്മ തത്വമാണെന്ന് വിദു അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് എന്ത് വേണം? അങ്ങയുടെ അനുഗ്രഹം വേണം. എന്ന് വെച്ചാൽ ഭഗവാൻ ഇച്ഛിക്കണം, അങ്ങ് ആഗ്രഹിക്കണം, ഇവൻ മായയിൽ നിന്ന് പുറത്ത് കടന്ന് എന്നെ അറിയണമെന്ന് അങ്ങ് ആഗ്രഹിച്ചാൽ മാത്രമേ അങ്ങയുടെ യഥാർത്ഥ തത്വത്തെ അറിയുള്ളൂ. അപ്പോൾ മഹാവിഷ്ണു എന്ന ശരീര രൂപത്തെ സ്വീകരിച്ച ആ സാക്ഷാൽ പ്രകൃതി എന്ന ആ ശക്തി ആ അമ്മ വിചാരിക്കണം. അമ്മയുടെ തന്നെ മായയിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ ആ അമ്മ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ശ്ലോകം 48. നാത്യന്തികം വിഗണയന്തി അഭീതേ പ്രസാദം കിം തു അന്യത് അർപ്പിത ഭയം ഭ്രുവ ഉന്നയൈ തേ യേ അങ്ക ത്വദംഘ്രി ശരണം ഭവതഃ കഥയാ കീർത്തന്യ തീർത്ഥയശസഃ കുശലാ രസജ്ഞഃ. ആത്യന്തികം വിഗണയന്തി അഭി തേ പ്രസാദം. ഭഗവാനെ തേ അങ്ങയുടെ പ്രസാദം അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ ഭക്തന് പിന്നെ നഹ ഇല്ലാന്ന്. ആത്യന്തികം വിഗണയന്തി, ആത്യന്തികമായ ലക്ഷ്യം എന്താ? പരമമായ മോക്ഷത്തെ പോലും വിഗണയന്തി, അവന് പിന്നെ ആഗ്രഹമില്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ പിന്നെ ആ ഭക്തന് പിന്നെ ആത്യന്തികമായ മോക്ഷത്തിലെത്തണമെന്ന് പോലും ആഗ്രഹം ഉണ്ടാവില്ല എന്ന്. കാരണം എന്താ അങ്ങനെ പറയുന്നത്? അല്ലയോ യേ അങ്ക എന്ന് വെച്ചാൽ അല്ലയോ ഭഗവാനെ, അല്ലയോ ഭഗവാനെ, ത്വദംഘ്രി ശരണ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ച ഭക്തന്മാർക്ക് അവർക്ക് ഭവത കഥയാഹ, ഭഗവാന്റെ കഥകളിങ്ങനെ രസജ്ഞ നിരന്തരം കേൾക്കുന്നതിൽ രസം പിടിച്ച കീർത്തന്യ തീർത്ഥയശസ, അതായത് കീർത്തിക്കപ്പെടേണ്ട മഹത്വങ്ങളോടുകൂടി അങ്ങയുടെ കഥകൾ കേൾക്കുന്നതിൽ രസം പിടിച്ച് ഇങ്ങനെ അതിൽ രമിച്ചിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ച ഭക്തിയോഗത്തിലൂടെ ശരണം പ്രാപിച്ച ഭക്തന്മാർക്ക്, അതുപോലെ കുശലമാണ് അവർക്ക്. അവർ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ കർമ്മകുശലതയോടുകൂടി കർമ്മം ചെയ്യുന്ന, അതെന്താണെന്നറിയാലോ? ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിൽ പറയുന്ന ആ കർമ്മകുശലത.
എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ആ ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന, നിഷ്കാമ കർമ്മം ചെയ്യുന്ന, ആ കർമ്മകുശലതയോട് കർമ്മം ചെയ്യുന്ന, അതുപോലെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിതമായ ഭക്തിയോടുകൂടി ഇരിക്കുന്ന, അങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ട് രസിച്ച് രമിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് അന്യതർപ്പിത ഭയം ഭ്രുവ ഉന്നയൈത്തേ തേന്ന് വെച്ചാൽ ആ ഭക്തർക്ക് ഭഗവാന്റെ പുരികക്കൊടികളൊന്നും ഉയർന്നാൽ ഭയം തോന്നുന്ന അങ്ങനെയുള്ള ഭക്തന്മാർക്ക്, അതാണ് ഹിംതു, അതുമാത്രമല്ല അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭഗവാന്റെ പുരികക്കൊടികളൊന്ന് ചുളിഞ്ഞാൽ അയ്യോ ഭഗവാന് ഇച്ഛയില്ലേ, ഭഗവാൻ എന്നെ അനുഗ്രഹിക്കില്ലേ എന്ന് ഭയം തോന്നുന്ന ആ ഭക്തന്മാർക്ക് പരമമായ മോക്ഷമൊന്നും വേണ്ട, ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് എത്ര ജന്മങ്ങൾ എടുത്താലും, ഭൂമിയിൽ വന്നാലും, ഏത് ലോകത്ത് പോയാലും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചാൽ, ഭഗവാന്റെ കൃപാകടാക്ഷത്തോടു കൂടി ഭഗവത് ചിന്തയിൽ രമിച്ച് ജീവിക്കാൻ സാധിച്ചാൽ അത് മാത്രം മതി. പരമമായ മോക്ഷം പോലും പിന്നെ ആ ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് പറയുന്നത്. അത് സനകാദികളാ പറയുന്നത്, ഈ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ ഈ ഒരു അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങയെ ഇങ്ങനെ കാണാൻ സാധിച്ചത്. ഞങ്ങളുടെ അച്ഛനിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങയുടെ മഹാത്മ്യത്തെക്കുറിച്ച്. ആ രൂപമാണ് ഞങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇനി ഇതിനപ്പുറം ഞങ്ങൾക്ക് ഒരു ജന്മലക്ഷ്യം ഇല്ല. എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ രൂപം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഇങ്ങനെ ശരണമടഞ്ഞ് അങ്ങയുടെ കഥകളെ, ആ കീർത്തിക്കപ്പെടേണ്ട കഥകളെ ഇങ്ങനെ പാടി പുകഴ്ത്തി അതിൽ രസിച്ച് കർമ്മകുശലതയോടുകൂടി ജീവിച്ച് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഭഗവാന്റെ പുരികക്കൊടികളൊന്ന് ചുളിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഉയർന്നാൽ ഭഗവാന് ഇഷ്ടമായില്ലേ എന്ന് ഭയം തോന്നുന്ന, അത്രയ്ക്ക് ഭഗവാനെ സ്നേഹിക്കുന്ന ആ ഭക്തന്മാരുണ്ടല്ലോ, അവർക്ക് പിന്നെ പരമമായ ലക്ഷ്യമൊന്നും മോഹമില്ല. അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ ആഗ്രഹമുള്ളൂ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത്. അതായത് സനകാദി മഹർഷിമാർ ഇതുവരെ ഹൃദയത്തിൽ കണ്ട ആ രൂപത്തെ നേരിൽ കണ്ടപ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദം, ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു ആനന്ദവും നിർവൃതിയും ഒരു ഭക്തിയുടെ പാരമ്യാവസ്ഥയെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 49. കാമം ഭവഃ സ്വവ്രജൈന നിരയേഷുനഃ സ്താദ് ചേദഃ അളിവദ്യതി നു തേ പദയോരമേത വാചഃ ച നഃ തുളസിവദ് യദി തേ അംഘ്രിശോഭഃ പൂര്യേദഃ തേ ഗുണഗണേ യദി കർണരന്ധ്ര. കാമം ഭവഃ സ്വവൃജനൈ നിരയേഷു നഃ സ്താദ് ചേദ അളിവദ് യദി നു തേ പദയോരമേത വാചശ്ച ന തുളസിവദ് യദി തേ അംഘ്രിശോഭ പൂരേദ തേ ഗുണഗണാ യദി കർണരന്ധ്രഃ. കാമം ഭവഃ സ്വവൃജനൈ നിരയേഷു നഃ സ്താദ്. നഃ സനകാദികൾ പറയാൻ കേട്ടോ, അവരാണ് ഈ പറയുന്നത്. ഞങ്ങളിനി സ്വവൃജനെ, സ്വന്തം പാപകർമ്മങ്ങളാൽ, നിരയേഷു, ഏതെങ്കിലും ഒരു നരകത്തിൽ പോയി ജനിച്ചാലും വിഷമല്ല ഭഗവാനെ. കാമം ഭവ, ഭവ എന്ന് വെച്ചാൽ അങ്ങനെ അടുത്ത ജന്മങ്ങളൊക്കെ, അതായത് അങ്ങയുടെ പാർഷദന്മാരെയാണ് ശപിച്ചത്. ശപിച്ച വാക്ക് ഇനി ഇവർക്ക് പോലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്ത പാപകർമ്മത്താൽ, യഥാർത്ഥത്തിൽ സനകാദികൾ എന്ന് പറഞ്ഞാൽ അത്ര ഉത്തമന്മാരാണ്. അതായത് അദ്വൈതമാണ്, ഭേദചിന്തയില്ലാത്ത, അവർക്ക് വികാര വിക്ഷോഭങ്ങളില്ല മനസ്സിൽ. അവർ പോലും പെട്ടെന്ന് ഒരു ദേഷ്യം വന്നിട്ടാണ് ഈ ശാപവാക്ക് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ചെയ്ത പാപകർമ്മത്താൽ ഞങ്ങൾ ഇനി നിരയേഷു, ഏതെങ്കിലുമൊക്കെ നരകത്തിൽ പോയി ഭവഹ ജനിക്കുക, അങ്ങനെ കാമം എന്ന് വെച്ചാൽ അങ്ങനെ സംഭവിച്ചാലും ഞങ്ങൾക്ക് വിഷമമില്ലാന്ന് സനകാദികൾ പറയാണ്. ചേതഹ, എങ്ങനെയായിരുന്നെങ്കിൽ ചേതഹ, ഞങ്ങളുടെ മനസ്സിൽ അളിവത് യതിനു, പൂവിൻ്റെ മുകളിലെ തേനീച്ച, അളിവത് എന്ന് വെച്ചാൽ തേനീച്ചകൾ, വണ്ടുകൾ ഇങ്ങനെ ഇരിക്കുന്നത്, രമിച്ചിരിക്കുന്നത് പോലെ തേ പദയോ രമേത, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ രമിച്ചിരിക്കാൻ സാധിച്ചാൽ മതി എന്ന്. ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഇങ്ങനെ കാണാൻ സാധിച്ചാൽ മാത്രം മതി, ഞങ്ങൾക്ക് അതിൽ രമിച്ചിരിക്കാൻ മാത്രം മതി. ഏത് നരകത്തിൽ എങ്ങനെയൊക്കെ ജനിച്ചാലും കുഴപ്പമില്ല. ഇനി വാചഹാച, ഞങ്ങളുടെ വാക്കുകൾ തുളസിവത് യത് തേ അംഘ്രിശോഭ, തേ അംഘ്രി, ഭഗവാന്റെ പാദങ്ങളിൽ വീണ് കിടന്ന് ശോഭിക്കുന്ന തുളസീദളങ്ങളെ പോലെ ഞങ്ങളുടെ വാക്കുകൾ അങ്ങയുടെ കഥകളെ, ഭഗവാന്റെ മഹാത്മ്യങ്ങളെയും കഥകളെയും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ശോഭിക്കട്ടെ എന്ന്. അത് പറയുന്നതിലൂടെ ഞങ്ങളുടെ വാക്കുകൾ ശോഭിക്കുകയും, ഇനി പൂര്യേത, പരിശുദ്ധമാവണം, തേ ഗുണഗണേയതി, അങ്ങയുടെ ഗുണഗണങ്ങൾ നിറഞ്ഞ ആ കഥകൾ കേട്ട് കർണരന്ധ്രേ, ഞങ്ങളുടെ ചെവികളും പരിശുദ്ധമാവുകയാണെങ്കിൽ,
ഞങ്ങളുടെ പാപകർമ്മങ്ങൾ അനുഭവിക്കാൻ ഏത് നരകത്തിൽ പോയി ജനിച്ചാലും ഞങ്ങൾക്ക് വിഷമമില്ലാന്ന്. ഇത് മൂന്നും മതി. ഞങ്ങളുടെ മനസ്സിൽ സദാ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ഇങ്ങനെ കണ്ട് രമിച്ചിരിക്കാൻ പറ്റണം. ഞങ്ങളുടെ വാക്കുകൾ അങ്ങയുടെ പാദങ്ങളിൽ കിടക്കുന്ന തുളസീദളങ്ങളെ പോലെ, ആ ഭാഗ്യമുള്ളതുപോലെ ഈ വാക്കുകൾ കൊണ്ട്, ഈ നാവ് കൊണ്ട് എപ്പോഴും ഭഗവാനെ ഇങ്ങനെ വിവരിക്കാനും ഭഗവാനെ കുറിച്ച് പറയാനും കഴിയുന്നതിലൂടെ ശോഭിക്കണം. ഈ ചെവിയിലൂടെ ഭഗവത് കഥകൾ, ഗുണഗണങ്ങൾ, ഇങ്ങനെ മഹാത്മ്യം കേട്ട് കേട്ട് പരിശുദ്ധമാവണം. ഇത് മൂന്നും സാധ്യമാവുകയാണെങ്കിൽ ഏത് നരകത്തിൽ, ഈ പാപങ്ങളൊക്കെ അനുഭവിക്കാൻ ഏത് നരകത്തിൽ ജനിച്ചാലും വിഷമമില്ല ഭഗവാനെ. അങ്ങനെ സംഭവിച്ചാലും വിഷമമില്ല, അവിടുത്തെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയാണ്. ഇനി ഈ അധ്യായത്തിലെ അവസാന ശ്ലോകം, ശ്ലോകം 50. പ്രാദുശ്ചകർത്തായതയിദം പുരുഹൂതരൂപം തേന ഈശ നിർവൃതിം അവാഭു അലം ദൃശോ നഃ തസ്മായിദം ഭഗവതേ നമഃ ഇദ് വിദേമ യഹ അനാത്മാനം ദുരുദയഃ ഭഗവൻ പ്രതീതഃ. പ്രാദുശ്ചകർത്ത, പ്രത്യക്ഷമായില്ലേ ഞങ്ങളുടെ രൂപത്തിൽ, ഞങ്ങളുടെ മുന്നിൽ. യത് ഇതം, അതിനാൽ, യത് എന്ന് വെച്ചാൽ അതിനാൽ, ഇതം ഈ രൂപത്തിൽ, പുരുഹൂത രൂപം ഭഗവാനെ അത്യധികം ആകർഷിക്കുന്ന, എല്ലാവരുടെയും മനസ്സിനെ അത്യധികം ആകർഷിക്കുന്ന ഈ രൂപത്തിൽ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷമായില്ലേ. തേന ഈശ, അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, നിർവൃതിം അവാഭു അലം ദൃശോ നഃ, ഞങ്ങളുടെ ദൃശഃ, നഹ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ദൃശഃ കണ്ണുകൾ, അലം വളരെയധികം, നിർവൃതി അവാഭു ആനന്ദത്തെ നേടിയിരിക്കുന്നു. അങ്ങേ എല്ലാവരുടെയും മനസ്സിനെ അത്യധികം ആകർഷിക്കുന്ന ഈ ഒരു മനോഹരമായ രൂപത്തിൽ ഞങ്ങളുടെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷനായില്ലേ ഭഗവാനെ. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ കണ്ടപ്പോൾ അതോടുകൂടി ഏറ്റവും വലിയ ആനന്ദ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. തസ്മാ, ആയതിനാൽ, ഇതം ഭഗവതേ, അങ്ങനെയുള്ള ആ ഭഗവാനെ, ഇദ് വിദേമ നമഃ, പരിപൂർണമായി ശരണാഗതി അടഞ്ഞുകൊണ്ട്, വിദേമ എന്ന് വെച്ചാൽ പൂർണ്ണ സമർപ്പണം ചെയ്തുകൊണ്ട്, നമഃ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു. എന്നിട്ട് പറയാണ്, അതിനൊരു കാരണം കൂടി പറയാണ്, യഹ ആത്മാനം ദുരാദയ, ആസുരികമായ ചിന്തയുള്ള അഹങ്കാരത്തിൽ, ഞാൻ എൻ്റെ എന്തോ എന്ന അഹങ്കാരത്തിൽ വർത്തിക്കുന്നവർക്ക്, യഹ അനാത്മാനം, ഒരിക്കലും കാണാൻ കഴിയാത്ത അങ്ങയുടെ ആ രൂപത്തെ ഭഗവാൻ പ്രതീതഃ, ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഞങ്ങളെ അതിന് യോഗ്യരാക്കിയില്ലേ. അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങളെ ഇതാ പൂർണ്ണ സമർപ്പണം ചെയ്ത് നമസ്കരിക്കുന്നു. ഇതാണ് സനകാദികൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായൊരു രൂപത്തിൽ ഭഗവാനെ ഞങ്ങൾക്ക് പ്രത്യക്ഷനായില്ലേ. ഞങ്ങളുടെ കണ്ണുകൾ ഏറ്റവും അധികം ആനന്ദാവസ്ഥയെ നേടിയിരിക്കുന്നേ. ഇപ്പോൾ ആസുരിക ചിന്തയുള്ള ഒരാൾക്കും അവരുടെ ഹൃദയത്തിൽ വസിക്കുന്ന അങ്ങയെ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഭഗവാൻ ഞങ്ങളുടെ മുന്നിൽ ഹൃദയത്തിലും കണ്ടു, കണ്ണിന് മുന്നിൽ മുഖാമുഖവും, കണ്ണിന് വിഷയമായി നേർ മുഖാമുഖവും ഞങ്ങൾ കണ്ടിരിക്കുന്നു. അങ്ങനെ കാണാനുള്ള യോഗ്യത ഞങ്ങൾക്ക് തന്നില്ലേ. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയുടെ പാദങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാനെ തൊഴുത് നമസ്കരിക്കുകയാണ് സനകാദി മഹർഷിമാർ. അപ്പോൾ നമ്മുടെ 15ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഈ തൃതീയ സ്കന്ധത്തിൽ നമുക്ക് ഒരു അധ്യായം, 16ാമത്തെ ഒരു അധ്യായം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത തൃതീയ സ്കന്ധത്തിൻ്റെ തന്നെ 2ാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കും. നമസ്കാരം.